ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് കെമിസ്ട്രിയിലെ 4th ചാപ്റ്റർ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ആവർത്തി ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ ഒന്നാമത്തെ ഇവിടെ നൽകിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം, ദ വോളിയം ഓഫ് 1 molar mass of any gas at STP. ഈ ചോദ്യം വായിക്കുമ്പോൾ നമ്മൾ സ്ട്രൈക്ക് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് 1 molar mass എന്നുള്ള ഈ പോയിന്റ് ആണ്. 1 molar mass, അതായത് 1 molar mass എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 1 മോളിന് ഈക്വൽ ആണ്. 1 molar mass എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോളിന് ഈക്വൽ ആണ്. 1 molar mass എന്ന് പറയുന്നത് എത്രയാണോ ആ മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ്, ആ മോളിക്കുലാർ മാസ് ഗ്രാമിൽ പറഞ്ഞാലാണ് 1 molar mass ആവും നമുക്കറിയാം അല്ലെ. അപ്പോൾ 1 molar mass ആണ്, 1 മോളാണ് നമുക്കറിയാം. 1 മോൾ എന്ന് പറയുന്നത് ആ 1 മോള് അത് ഏതാണെങ്കിലും 1 മോള് ഏതൊരു ഗ്യാസ് എടുത്താലും എസ് ടി പിയിൽ ആ ഗ്യാസിന്റെ വോളിയം എത്രയാണ്? 22.4 ലിറ്റർ ആണ്. ഇതേപോലെ തന്നെ 1 molar mass of any gas contain dash molecules, അങ്ങനെയും ചോദിക്കാം. അങ്ങനെയും ചോദ്യം വന്നിട്ടുണ്ട്. എത്ര മോളിക്യൂളുകൾ? 1 molar mass ആണ് എത്ര മോളിക്യൂളാ? അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 6.022 into 10⁻23. അപ്പൊ മോളിക്യൂൾസ് വെച്ചും ചോദിച്ചിട്ടുണ്ട്, അതേപോലെ വോളിയം ചോദിച്ചിട്ടുണ്ട്. 1 molar mass വന്നിട്ടാണ് ചോദ്യം, തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ എ ഗിവൺ സാമ്പിൾ ഓഫ് അമോണിയ ഈസ് 6.022 into 10⁻23. അപ്പൊ ചോദ്യത്തിൽ തന്നിട്ടുള്ള എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ്? ഇവിടെ ഈ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്ര എണ്ണമാണ്? 6.022 into 10⁻23. അതിൽ നിന്ന് ആ വാല്യൂ നമുക്കറിയണം. അത് 6.022 into 10⁻23 എന്ന് പറഞ്ഞാൽ അത് 1 മോൾ ആണ്. എന്താ ചോദ്യം? ഫൈൻഡ് നമ്പർ ഓഫ് മോൾസ് കാണാൻ ചോദിച്ചു. ഇതാ നമ്പർ ഓഫ് മോളിക്യൂൾസ് 6.022 into 10⁻23 അല്ലേ. അപ്പൊ 6.022 into 10⁻23 എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 1 മോളാണ്. ഇതേപോലെ ചില ചോദ്യങ്ങൾ ഇവിടെ എങ്ങനെ തരും കേട്ടോ. 2 into 6.022 into 10⁻23 എന്ന് തന്നാൽ എത്ര മോളാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അപ്പൊ 2 മോളാണ് അല്ലെ. അല്ലെങ്കിൽ 3 into 6.022 into 10⁻23. അപ്പൊ എത്ര മോളാ? 3 മോളാണ്. കാരണം 1 മോൾ എന്ന് പറഞ്ഞാൽ 6.022 ആണ്. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് മോൾസ് 1 ആണ്. വാട്ട് ഇസ് ദ മാസ് ഓഫ് ദിസ് സാമ്പിൾ? മാസ് കാണാൻ, മാസ് എന്ന് പറയുമ്പോൾ മാസ് ഇൻ ഗ്രാം എന്ന് പറയാം, അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയാം, എല്ലാം സെയിം ആണ് കേട്ടോ. മാസ് ഇൻ ഗ്രാം എന്ന് പറഞ്ഞാലും മാസ് എന്ന് മാത്രം പറഞ്ഞാലും വെയിറ്റ് എന്ന് പറഞ്ഞാലും ഒക്കെ ഗ്രാമിലുള്ള മാസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടെത്തി ഓൾറെഡി എത്രയാണ്? 1 മോൾ ആണ് ഇവിടെ ഉള്ളത് അല്ലെ. ഓൾറെഡി എത്രയാണ്? 1 മോൾ ആണ്. ഈ 1 മോൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ മോളിക്കുലാർ മാസ് കാണാൻ നമുക്ക് ഇവിടെ അറ്റോമിക് മാസുകൾ തന്നിട്ടുണ്ട് അല്ലെ. നൈട്രജൻ 14 ആണ്, ഹൈഡ്രജൻ 1 ആണ്. NH3 എന്ന് പറഞ്ഞ് തന്നിട്ട് ആ NH3യുടെ മോളിക്കുലർ മാസ് കാണാൻ നമുക്കറിയാം. ഒരു N ആണ്, ഒറ്റ നൈട്രജനേ ഉള്ളൂ അല്ലെ. സോ 1 into 14 പ്ലസ് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്. സോ 3 into ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1. സോ 14 plus 3 is equal to 17. ഓക്കെ അല്ലേ. അപ്പോ NH3യുടെ മോളിക്കുലർ മാസ് എത്രയാണ്? 17 ആണ്. NH3 എത്ര മോൾ ഉണ്ട്? 1 മോൾ എന്ന് ഓൾറെഡി നമ്മൾ കണ്ടു. അപ്പൊ മാസ് എത്ര? മാസ് കാണാൻ മാസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലർ മാസ്. നമ്പർ ഓഫ് മോൾസ് 1 ആണ്. സോ 1 into മോളിക്കുലർ മാസ് 17 ആണ്. സോ ആൻസർ 17 gram എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. എ ഗ്യാസ് കെപ്റ്റ് ഇൻ എ സിലിണ്ടർ എ. ഒന്നാമത്തെ എ എന്ന് പറയുന്ന സിലിണ്ടറിലുള്ള ഗ്യാസിന് അതിന്റെ വോളിയം 5 ലിറ്റർ ആണ്. ആ സമയത്തുള്ള പ്രഷർ 4 atm ആണ് അല്ലെ. വോളിയം എത്രയാണ്? 5 ലിറ്റർ. പ്രഷർ എത്രയാണ്? 4 atm. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർഡ് ടു സിലിണ്ടർ ബി. ആ ഗ്യാസ് മുഴുവനായിട്ട് ബി എന്ന സിലിണ്ടറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ്. ആ ബി എന്ന സിലിണ്ടറിന്റെ വോളിയം എത്രയാണ്? 10 ലിറ്റർ ആണ് അതിന്റെ വോളിയം. കോൺസ്റ്റന്റ് പ്രഷർ ആണ്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല കേട്ടോ. ഫസ്റ്റ് ചോദ്യം എന്താ? വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഇൻ സിലിണ്ടർ ബി? ബി എന്ന സിലിണ്ടറിലുള്ള ഗ്യാസിന്റെ വോളിയം എത്രയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഫിക്സ്ഡ് ആയിട്ടുള്ള എന്തില്ല? വോളിയം ഇല്ല.
ഗ്യാസിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ അതിന്റെ കണ്ടെയ്നറിന്റെ വോളിയത്തിന് ഈക്വൽ ആണ്. എത്ര വോളിയമുള്ള ഒരു കണ്ടെയ്നറിലാണോ ഒരു വെസലിലാണോ നമ്മൾ ആ ഗ്യാസ് എടുത്തിട്ടുള്ളത് അതിന്റെ വോളിയം ആയിരിക്കും. അപ്പോ ഒന്നാമത്തെ സിലിണ്ടറിന്റെ വോളിയം 5 ലിറ്റർ ആയിരുന്നു അല്ലെ. ആ 5 ലിറ്റർ ഉള്ള സിലിണ്ടറിൽ നിന്ന് നമ്മൾ ആ ഗ്യാസിനെ എവിടേക്ക് മാറ്റി? 10 ലിറ്റർ ഉള്ള വേറെ സിലിണ്ടർക്ക് മാറ്റി. അപ്പോൾ ഇപ്പോൾ ഗ്യാസ് നമ്മൾ നിറച്ചിട്ടുള്ള ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുള്ള സിലിണ്ടറിന്റെ വോളിയം എത്രയാണ്? 10 ലിറ്റർ ആണ്. അപ്പൊ ഗ്യാസിന്റെ വോളിയം എത്രയാവും? 10 ലിറ്റർ ആവും അല്ലെ. ഇനി നമ്മൾ 20 ലിറ്റർ ഉള്ള സി എന്നൊരു സിലിണ്ടറിലേക്ക് മാറ്റി കരുതുക. അപ്പൊ ആ ഗ്യാസിന്റെ വോളിയം എത്രയായിരിക്കും? 20 ആയിരിക്കും. അപ്പൊ ഗ്യാസിന്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫില്ല് ചെയ്തിട്ടുള്ള കണ്ടെയ്നറിന്റെ വോളിയത്തിന് ഈക്വൽ ആണ്. ദെൻ വാട്ട് വിൽ ബി ദ പ്രഷർ ഇൻ സിലിണ്ടർ ബി? അപ്പൊ അടുത്ത ചോദ്യം പ്രഷറാണ്. വോളിയം നമ്മൾ പറഞ്ഞു ഏത് സിലിണ്ടറിലാണോ വെസലിലാണോ ഉള്ളത് അതിന്റെ വോളിയാണ്. അപ്പൊ പ്രഷർ എങ്ങനെ കുട്ടികളെ ഇവിടെ നോക്കൂ. ഇവിടെ വോളിയം 5 ഉള്ളത് എത്രയാക്കി? വോളിയം 10 ആക്കി. വോളിയം നേരെ ഇരട്ടിയാക്കിയല്ലോ അല്ലെ. 5 ഉള്ളത് 10 ആക്കി എന്ന് പറഞ്ഞാൽ ഡബിൾ ചെയ്തു, ഇരട്ടിയാക്കി അല്ലെ. അപ്പൊ വോളിയം ഇരട്ടിയാക്കിയാൽ നമുക്ക് പഠിച്ചിട്ടുണ്ട് വോളിയവും പ്രഷറും നമ്മുടെ റിലേഷൻ എങ്ങനെയാ? വോളിയവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞാൽ ഒന്ന് കൂട്ടിയാൽ മറ്റൊന്ന് കുറയണം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? നേരെ ഇരട്ടിയാക്കി അല്ലെ. നമ്മൾ പ്രോബ്ലത്തിലേക്ക് ഇക്വേഷനും കൊടുത്ത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ബോയ്സ് ലോയുടെ ഇക്വേഷൻ ഉണ്ട്. എങ്ങനെ? P1 V1 ഈസ് ഈക്വൽ ടു അല്ലെ P1 V1 ഈസ് ഈക്വൽ ടു P2 V2 എന്ന ഇക്വേഷനിൽ കൊടുത്ത് വേണമെങ്കിൽ ചെയ്യാം. കാരണം ആദ്യത്തെ വോളിയം ഇവിടെ തന്നിട്ടുണ്ട് 5 ആണ്. ആദ്യത്തെ പ്രഷർ 4 atm ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ പ്രഷർ ആണ് കാണാൻ പറഞ്ഞത്. രണ്ടാമത്തെ വോളിയം 10 തന്നിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ 10 അങ്ങോട്ട് കൊണ്ടുവന്ന് വേണമെങ്കിൽ ചെയ്യാം അല്ലെ. എന്ന് പറഞ്ഞാൽ 20/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇനി അങ്ങനെ വേണമെന്നില്ല കുട്ടിയാണെ, അങ്ങനെ വേണമെന്നില്ല. നോക്കൂ, അതാ പറഞ്ഞത് വോളിയം ഇരട്ടിയാക്കി കഴിഞ്ഞാൽ പ്രഷർ നേരെ പകുതിയാവൂലേ അല്ലെ. 1ന് 2 മടങ്ങി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ അതേസമയം അവിടെ 2 കൊണ്ട് ഹരിക്കണം അപ്പുറം. അങ്ങനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ അപ്പൊ 4 atm ഉള്ളതിന്റെ നേരെ പകുതി പറഞ്ഞ എത്രയാണ്? 2 atm ആണ്. അപ്പൊ അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. ദെൻ വിച്ച് ഗ്യാസ് ലോ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് സിറ്റുവേഷൻ? നമുക്കറിയാം ഇവിടെ ഗ്യാസ് ലോ വോളിയവും പ്രഷറും തമ്മിൽ റിലേഷൻ പറയുന്നത് ഏത് ഗ്യാസ് ലോ ആണ്? ബോയിൽസ് ലോ ആണ് പറയുന്നത്. ഓരോ ഗ്യാസ് ലോ ആരൊക്കെ തമ്മിൽ റിലേഷൻ ആണെന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. വോളിയവും പ്രഷറും തമ്മിൽ റിലേഷൻ ആണ് ബോയിൽസ് ലോ. വോളിയവും ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ അതാണ് ഏത്? ചാൾസ് ലോ പറയുന്നത്. വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും റിലേഷൻ ആണ് ഇതിൽ പറയുന്നത് അവഗാഡ്രോസ് ലോയിൽ പറയുന്നത് അല്ലെ. ഇത് നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. 4ാമത്തെ ചോദ്യം. 1 മോളാർ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് കണ്ടെയ്ൻ ഡാഷ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. നേരത്തെ ഫസ്റ്റ് ചോദ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യം ഇങ്ങനെ ചോദ്യം വരാം അല്ലെ. അപ്പൊ 1 മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 1 മോള കുട്ടിയാണ്. 1 മോൾ ആണ്. 1 മോൾ എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂളാ? 6.022 into 10⁻23. Then 5th question. Find the mass of 44.8 liter of NH3 kept at STP. ഇവിടെ ചോദിച്ചത് മാസ് ആണ്. മാസ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ആണ് അല്ലെ, മാസ് ഇൻ ഗ്രാം എന്നൊക്കെ പറയാം. എന്താ ഇവിടെ തന്നിട്ടുള്ളത്? STP വോളിയം അല്ലെ. ഒരു ലിറ്ററിന്റെ കണക്കിൽ തന്നാൽ ഇത്ര ലിറ്റർ എന്ന് പറഞ്ഞാൽ STP വോളിയാണ്. അപ്പൊ STP വോളിയം 44.8 തന്നിട്ടുണ്ട്. ആ 44.8 എന്ന ഗിവൺ വോളിയത്തിൽ നിന്ന് നമുക്ക് എന്ത് കാണാം? നമ്പർ ഓഫ് മോൾസ് കണ്ടൂടെ? നമ്പർ ഓഫ് മോൾസ് കാണാൻ ഗിവൺ വോളിയം 44.8 ഡിവൈഡ് ബൈ മോളാർ വോളിയം എത്രയാണ്? 22.4 ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ 2 അല്ലെ. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോൾസ് 2 എന്ന് കിട്ടി. നമ്മുടെ നമ്പർ ഓഫ് മോൾസ് അല്ല കാണാൻ ചോദിച്ചത്, നമ്മുടെ മാസ് ആണ്. മാസ് കാണുന്ന ഇക്വേഷൻ നേരത്തെ പറഞ്ഞു കിട്ടില്ല. നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലർ മാസ് അല്ലെ. മാസ് ഇൻ ഗ്രാം അഥവാ വെയിറ്റ് കാണുന്ന ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലർ മാസ്. അപ്പൊ ഇവിടെയും NH3 ആണ്. NH മോളിക്കുലർ മാസ് നമ്മൾ നേരത്തെ കണ്ടു അല്ലെ. NH മോളിക്കുലർ മാസ് നേരത്തെ നമ്മൾ 17 എന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു NH മോളിക്കുലർ മാസ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് 2 ആണ്. സോ 2 into 17 2 into 17 ദാറ്റ് ഈസ് ഈക്വൽ ടു 34 ഗ്രാം എന്ന് നമുക്ക് മാസ് കിട്ടും. ഓക്കെ, അതാണ് 5ാമത്തത്. ദെൻ അടുത്തത് 6ാമത്തെ ചോദ്യം കിടക്കട്ടോ. A and B represent 2 gas cylinders. ഇവിടെ ഇമേജ് സിലിണ്ടർ A with fewer particles and B with more particles. ഇവിടെ പാർട്ടിക്കിൾസിന്റെ എണ്ണം എന്താണ്? ഇമേജ് ഷോ സിലിണ്ടർ എ വിത്ത് ഫ്യൂർ കുറച്ച് പാർട്ടിക്കിൾസ് ആണ്, ബിയിൽ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. ദ ഗ്യാസ് ഇൻ സിലിണ്ടർ എ ഇസ് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ടു സിലിണ്ടർ ബി കീപ്പിംഗ് ദ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ഇവിടെ എ എന്ന് പറയുന്ന സിലിണ്ടറിലുള്ള ഗ്യാസിനെ നമ്മൾ ബി എന്ന സിലിണ്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കമ്പയർ ദ ഗ്യാസ് പ്രഷർ ഇൻ സിലിണ്ടർ എ ആൻഡ് സിലിണ്ടർ ബി. ഇവിടെ ഈ ചിത്രം നോക്കിയാൽ നമുക്ക് കാണാം എന്ത്? 1ാമത്തെ സിലിണ്ടറിന്റെ വോളിയം അതിന്റെ സൈസ് കൂടുതൽ കുട്ടികളെ. 1ാമത്തെ സിലിണ്ടറിന്റെ സൈസ് വോളിയം വളരെ കൂടുതലാണ്. എന്നാൽ 2ാമത്തതോ അതിന്റെ വോളിയം കുറവാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഈ രണ്ടും തമ്മിൽ വോളിയം, ഇവിടെ വോളിയം കൂടുതലാണ്, ഇതിന് വോളിയം കൂടുതലാണ്. ഈ സിലിണ്ടറിനാണെങ്കിലോ വോളിയം കുറവാണ്. അപ്പൊ ഇവിടെ ചോദിക്കണം എന്താ? വോളിയം അല്ലല്ലോ, പ്രഷറാണ് ചോദിക്കണം നമ്മോട്
പ്രഷറിൽ എന്ത് വ്യത്യാസം കമ്പയർ ചെയ്യാൻ പറഞ്ഞത്? നമുക്കറിയാം വോളിയം കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രഷർ എന്ത് ചെയ്യും? കുറയില് ഡിക്രീസ് ചെയ്യൂലേ? അപ്പൊ ഇവിടെ വോളിയം കൂടുതലാണ്, സോ സിലിണ്ടർ എയറിൽ പ്രഷർ എന്താണ്? കുറവാണ്. സിലിണ്ടർ ബിയിൽ വോളിയം കുറവാണ്, അപ്പൊ എന്ത് കൂടുതലാവും? പ്രഷർ കൂടുതലാവും. അതല്ലേ നമ്മൾ ബോയിൽസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഗ്യാസ് ലോ? വീണ്ടും ആൻസർ ബോയിൽസ് ലോ. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. 10 liter of a gas is kept in a cylinder at 2 atm pressure. ആദ്യത്തെ വോളിയം തന്നു, അതേപോലെ ആദ്യത്തെ പ്രഷർ 2 atm തന്നു. കീപ്പിംഗ് ദ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പോക്ക് എവിടുക്കാം മക്കളെ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കണേ. ടെമ്പറേച്ചറിനെ കുറിച്ച് നമ്മൾ ഒന്നും പറയാത്ത ഇതിലാണ്, ബോയിൽസ് ലോയിൽ പറയുന്നില്ലല്ലോ. അപ്പോൾ ബോയിൽസ് ലോക്കാണ് പോകുന്നത് കേട്ടോ. ദ ഗ്യാസ് ഈസ് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ടു 20 liter സിലിണ്ടർ. വാട്ട് ഈസ് എ ന്യൂ പ്രഷർ? അപ്പോൾ ആദ്യത്തെ വോളിയം തന്നു അല്ലെ, 10 liter എന്ന് പറയുന്ന ആദ്യത്തെ V1 is equal to 10 liter എഴുതി. അതേപോലെ തന്നെ ആദ്യത്തെ പ്രഷർ P1 is equal to 2 atm എന്ന് എഴുതി. ദെൻ പിന്നെ എന്താ വന്നത്? രണ്ടാമത്തെ വോളിയം V2 തന്നു. V2 എത്രയാണ്? 20 liter ആണ്. അത് കഴിഞ്ഞ് അടുത്തെന്താ കാണാൻ പറഞ്ഞത്? ന്യൂ പ്രഷർ, പുതിയ പ്രഷർ P2 ആണ് കാണാൻ പറഞ്ഞത് അല്ലെ. V1 P1 is equal to P1 V1 is equal to P2 V2 എന്ന ഇക്വേഷൻ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് നമ്മൾ ആലോചിച്ചാൽ മതി മക്കളെ. എന്ത്? വോളിയം ഇരട്ടിയാക്കി, 10 literൽ നിന്നും എത്രയാക്കി? 20 ആക്കി മാറ്റി, ഇരട്ടിയാക്കിയില്ലേ? അപ്പൊ സ്വാഭാവികമായും പ്രഷർ കുറയും. വോളിയം ഇരട്ടിയാക്കി കഴിഞ്ഞാൽ പ്രഷർ നേരെ പകുതിയാകും. 2 atm പകരം 1 atm ആയിരിക്കും ആൻസർ. നിങ്ങൾ ഇക്വേഷൻ കൊടുത്ത് ചെയ്താലും ആൻസർ കിട്ടാൻ പോകുന്നത്രേക്കും 1 atm ആയിരിക്കും. വേഗം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏതാണ്? 6 ചെയ്തു. 7ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. 7ാമത്തെ ചോദ്യം, ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ 1 GMM. GM എന്നുള്ള പഴയ കണക്കാണ്, 2022 എക്സാമിന് ചോദിച്ചതാണ്. ഇപ്പൊ GMM എന്ന വാക്കല്ല ഇപ്പൊ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ നമുക്ക് ഉപയോഗിക്കുന്ന ഏത് വാക്കാണ്? മോളാർ മാസ്. നേരത്തെ നമ്മൾ ചോദിച്ചതുപോലെ മോളാർ മാസ്. അപ്പൊ പഴയ ചോദ്യ പേപ്പറിലൊക്കെ നിങ്ങൾ GMM എന്നുള്ള വാക്ക് കാണാം, അഥവാ GAM പഠിക്കുന്നുണ്ടല്ലോ. അറ്റോമിക് മാസ് ഗ്രാമിൽ പറയുന്നതാണ് ഗ്രാം അറ്റോമിക് മാസ് അഥവാ GAM എന്ന് പറയുന്നത്. അതേപോലെ മോളിക്കുലർ മാസ് ഗ്രാമിൽ പറയുന്നതാണ് GMM. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ സിലബസിലെ GM എന്ന ടേം ഉപയോഗിക്കുന്നില്ല, പകരം മോളാർ മാസ് എന്ന ടേം ആണ്. അപ്പൊ എന്താ പറഞ്ഞത്? 1 മോളാർ മാസ്, 1 മോളാർ മാസ് N2. നമുക്കറിയാം 1 മോളാർ മാസ് N2 മാത്രമല്ല കുട്ടികളെ. 1 മോളാർ മാസ് ഏത് ഗ്യാസ് എടുത്തു കഴിഞ്ഞാലും N2 ആയിക്കോട്ടെ, NH2 ആയിക്കോട്ടെ, H2 ആയിക്കോട്ടെ, ഏത് ഗ്യാസ് എടുത്താലും 1 മോളാർ മാസ് ആണെങ്കിൽ എത്ര മോളിക്യൂൾ ഉണ്ടാകും? 6.022 into 10⁻23. 1 മോളാർ മാസ് ഏത് ഗ്യാസ് ആണെങ്കിലും STPയിലെ വോളിയം എത്ര ആയിരിക്കും? 22.4. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, തെറ്റിക്കരുത്. ദ വോളിയം ഓഫ് 1 mole ഓഫ് എനി ഗ്യാസ് അറ്റ് STP is 22.4. നമുക്കറിയാം അല്ലെ, ഇപ്പൊ തൊട്ടുമ്പോൾ പറഞ്ഞാണ് നമ്മൾ 1 mole ഏത് ഗ്യാസ് എടുത്താലും STPയിൽ 22.4 ലിറ്റർ ആണ്. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് 34 gram NH3 അറ്റ് STP? മക്കളെ ഇവിടെ തന്നിട്ടുള്ള എന്താണ്? നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഗിവൺ മാസ് തന്നിട്ടുണ്ട്. ഗിവൺ മാസ് 34 ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്ത് കാണാനാ? വോളിയം അറ്റ് STP അല്ലേ കാണാൻ പറഞ്ഞത്. വോളിയം അറ്റ് STP എന്ത് കാണാനും, ഇങ്ങനെ വോളിയം കാണാൻ ചോദിച്ചാലും, മാസ് കാണാൻ ചോദിച്ചാലും, നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ ചോദിച്ചാലും, എന്ത് കാണാൻ ചോദിച്ചാലും ആദ്യം നമ്മൾ നമ്പർ ഓഫ് മോൾസ് കാണാം കേട്ടോ. അപ്പൊ ഇവിടെ ഗിവൺ വെയിറ്റ് അഥവാ ഗിവൺ മാസ് 34 ആണ്. 34 ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ചെയ്ത് കഴിഞ്ഞാൽ, ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് രണ്ടും സെയിം ആണല്ലോ, വാല്യൂ സെയിം ആണല്ലോ. മോളിക്കുലാർ മാസിന് ഗ്രാം എന്ന യൂണിറ്റ് ഉണ്ടാവില്ല, മോളാർ മാസിന് എന്തുണ്ടാവും? ഗ്രാം എന്ന യൂണിറ്റ് ഉണ്ടാവും. അതേ വ്യത്യാസമുള്ളൂ, വാല്യൂ സെയിം ആണ് അല്ലെ. അപ്പോ NH3 പലതവണ നമ്മൾ കണ്ടതാ. ഇവിടെ ഉണ്ട് NH3യുടെ മോളാർ മാസ് അഥവാ അതിന്റെ മോളിക്കുലാർ മാസ് 17 ആണ്. മോളാർ മാസ് 17 ഗ്രാം ആണ്. അപ്പൊ നമുക്ക് ഗിവൺ മാസ് 34 ഡിവൈഡഡ് ബൈ അതിന്റെ മോളിക്കുലർ മാസ് 70 എന്ന് പറയുമ്പോൾ 2 മോൾ എന്ന ആൻസർ കിട്ടൂലേ? സ്റ്റെപ്പ് കൃത്യമായിട്ട് നോട്ടിൽ എഴുതി വെക്കുക കേട്ടോ. നോട്ടില് സ്റ്റെപ്പ് എഴുതി വാല്യൂ കൊടുത്തിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ 34 ഡിവൈഡ് ബൈ 17 is equal to 2 മോൾ കിട്ടി. എന്നിട്ടോ മോളിന്റെ എണ്ണം കിട്ടി. നമ്മൾ കാണാൻ ചോദിച്ചത് വോളിയം അറ്റ് STP ആണ്. സോ വോളിയം അറ്റ് STP is equal to എന്താ ഇക്വേഷൻ? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 22.4. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് 2 ആണ്. 2 into 22.4 that is equal to 44.8 ലിറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകണേ. ദ റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് വോളിയം ഓഫ് എ ഫിക്സ്ഡ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ബോയിൽസ് ലോയിലേക്കാണ് പോകുന്നത് അല്ലെ. പ്രഷറും വോളിയവും, ആ പ്രഷറും വോളിയവും പിയും വിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് PVയും തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിങ്ങള് ഈ PV വാല്യൂ സെയിം ആണ് അല്ലെ, 200. അപ്പൊ അടുത്തതിലും 200 ആയിരിക്കും. കാരണം ഒരു ഗ്യാസ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ അതിന്റെ പ്രഷറും അതിനനുസരിച്ച് വോളിയം മാറില്ല. പ്രഷർ മാറുന്നതിനനുസരിച്ച് വോളിയം മാറും അല്ലെ, വോളിയം മാറുന്നതിനനുസരിച്ച് പ്രഷർ മാറും. എന്തായാലും ഈക്വൽ ആണല്ലോ. അപ്പൊ അങ്ങനെ എത്ര മാറിയാലും ആ വോളിയവും അപ്പോഴുള്ള പ്രഷറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കോൺസ്റ്റന്റ് ആവണം. അതുകൊണ്ടല്ലേ ബോയിൽസ് ലോ പ്രകാരം PV is equal to കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞത്. നോക്കി നിങ്ങള്
ഇവിടെ ഓരോ തവണ പ്രഷർ മാറ്റം വരുത്തുമ്പോഴും പ്രഷർ 1 atm ആക്കി, അപ്പൊ വോളിയം 200 ആയിരുന്നു. പ്രഷർ 2 atm ആക്കി, അപ്പൊ വോളിയം 100. പ്രഷർ വോളിയം 50 ആക്കി, അപ്പൊ 200 കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രഷർ എത്ര വേണ്ടി വരും? 4 വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ബോയിൽസ് ലോ പ്രകാരം പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാത്തൊരു മനസ്സിലാക്കുക. പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ പിയും വിയും തമ്മിൽ എപ്പോൾ ഗുണിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ആ ഗ്യാസിന്റെ കാര്യത്തിൽ അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് നമ്പർ ആണ് കിട്ടുക. അപ്പൊ ഇവിടെ നമ്മൾ 1 × 200 ഈസ് ഈക്വൽ ടു പി വി 200 കിട്ടി. ദെൻ പ്രഷർ 2 atm ആക്കി. ഇങ്ങനെ തന്നെ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം, പ്രഷർ ഇരട്ടിയാക്കി, അപ്പൊ വോളിയം എന്താവണം? പകുതിയാവണം. പ്രഷർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ അല്ലേ, വോളിയം നേരെ പകുതിയാവണം. അപ്പൊ ആൻസർ ഇവിടെ എത്ര വരിക? 100 ആണ് ആൻസർ വരിക. ഏത് ആൻസർ 100 വരിക അല്ലേ? ഇനി എന്ത് ചെയ്തു? പ്രഷർ വോളിയം 50 ആക്കി അല്ലെ, വോളിയം 50 ആക്കി, അപ്പൊ 100 ആയി. വോളിയം വീണ്ടും പകുതിയാക്കി, അപ്പൊ പ്രഷർ പിന്നെ ഇരട്ടിയായിട്ടുണ്ടാവും അല്ലെ. വോളിയം പകുതിയാക്കുമ്പോൾ പ്രഷർ ഇരട്ടിയാവണം, വോളിയം ഇരട്ടിയാക്കുമ്പോൾ പ്രഷർ പകുതിയാവണം. അതാണ് എന്ത് പ്രൊപ്പോർഷണൽ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കി നിങ്ങള്, 100 വോളിയം 100 ലിറ്റർ ആയിരുന്ന സമയത്ത് പ്രഷർ 2 atm ആണ്. വോളിയം വീണ്ടും പകുതിയാക്കി, ആ പ്രഷർ വീണ്ടും ഇരട്ടിയാവും. പ്രഷർ 2 അല്ല നിലവിലുണ്ടായിരുന്നത്, 4 atm ആയി മാറും. 4 atm. അപ്പൊ ആ രൂപത്തിലാണ് ഫൈൻഡ് വാല്യൂസ് ഓഫ് എ, ബി ആൻഡ് സി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെന്നും ഇത് ബോയിൽസ് ലോ പ്രകാരമാണെന്നും, ബോയിൽസ് ലോ പ്രകാരം വോളിയം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡബിൾ ആകുമ്പോൾ വോളിയം ഡബിൾ ആകുമ്പോൾ പ്രഷർ നേരെ ഹാഫ് ആകുന്നു, അല്ലെ വോളിയം ഹാഫ് ആകുമ്പോൾ പ്രഷർ നേരെ ഡബിൾ ആകുന്നു എന്ന കോൺസെപ്റ്റ് നമുക്ക് അറിയുമെങ്കിൽ വളരെ സിമ്പിളായി നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ എ ബി സിയുടെ വാല്യൂ കണ്ടു, വിച്ച് ഗ്യാസ് ലോ നമ്മൾ പറഞ്ഞു, ഇത് ബോയിൽസ് ലോ ആണ്. വീണ്ടും ചോദ്യം, 1 മോളാർ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് കണ്ടെയ്ൻ ഡാഷ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. 1 മോളാർ മാസ് ഏത് ഗ്യാസ് എടുത്താലും എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? 6.02 × 10⁻23. Then 1 GAM, 1 gram atomic mass അഥവാ 1 GAM. 1 GAM ഓഫ് എനി എലിമെന്റ് കണ്ടെയ്ൻസ് ഡാഷ് ആറ്റം. ഇതേപോലെ തന്നെ നമ്മൾ 1 GM അല്ലെങ്കിൽ 1 മോളാർ മാസ് എന്ന് പറഞ്ഞ പോലെ അത് മോളിക്യൂൾസിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ 1 GAM എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ കാര്യമാണ്. അപ്പൊ 1 GAM ഏതൊരു എലിമെന്റ് എടുത്തു കഴിഞ്ഞാലും 6.022 × 10⁻23 ആറ്റങ്ങളാണ് ഉണ്ടാവാറുള്ളത്. ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് റൈറ്റ് ദ സ്റ്റേറ്റ്മെന്റ് അപ്ലിക്കബിൾ ഫോർ ഗ്യാസസ്. ഗ്യാസസിന് അപ്ലൈ ചെയ്യാവുന്ന അല്ലെങ്കിൽ ഗ്യാസുമായി റിലേറ്റഡ് ആയ, അങ്ങനെ ചോദിക്കാം, ഗ്യാസിന് അപ്ലിക്കബിൾ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ റിലേറ്റഡ് ടു ഗ്യാസസ്, ഗ്യാസസിന് റിലേറ്റഡ് ആയത് അല്ലെങ്കിൽ സ്യൂട്ടബിൾ ടു ഗ്യാസസ് എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് ഗ്യാസുമായി സ്യൂട്ടബിൾ നോക്കി നിങ്ങൾ. എനർജി ഓഫ് മോളിക്യൂൾസ് വെരി ഹൈ, ശരിയല്ലേ? ഗ്യാസ് മോളിക്യൂൾ, ഗ്യാഷ്യസ് മോളിക്യൂൾസ് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, എനർജി വളരെ കൂടുതലാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് വെരി ഹൈ, തെറ്റല്ല മക്കളെ. ഇവർ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഒരുപാട് കൂടുതലാണ്. ഡിസ്റ്റൻസ് കൂടുമ്പോൾ സ്വാഭാവികമായും അട്രാക്ഷൻ ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പോൾ അട്രാക്ഷൻ ഹൈ എന്നുള്ള തെറ്റാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഇസ് ലാർജ്, കറക്റ്റ് അല്ലേ? ഡിസ്റ്റൻസ് വളരെ കൂടുതൽ, അതുകൊണ്ടാണ് അട്രാക്ഷൻ കുറഞ്ഞത് അല്ലേ? അതേപോലെ തന്നെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഈസ് വെരി ലെസ്, തെറ്റാണ്. ഇവർക്ക് അട്രാക്ഷൻ ഇല്ല. അട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് വളരെ എളുപ്പത്തിൽ, വേഗത്തിൽ, ഇറഗുലർ ആയിട്ട്, റാൻഡം ആയിട്ട് എല്ലാ ഡയറക്ഷനിലും മൂവ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റും. Then as the collision of molecules are perfectly elastic in nature, there is no loss of energy. കറക്റ്റ് അല്ലേ? ഇവർ തമ്മിലുള്ള കൂട്ടിമുട്ടൽ, കൊളിഷൻ വളരെ സിമ്പിളാണ്. ഒരാൾ പോയി അങ്ങോട്ട് മുട്ടിയാൽ മുപ്പർ അങ്ങോട്ട് ചെല്ലും അല്ലെ. അങ്ങനെ പ്രത്യേകിച്ച് ഇവർക്കിടയിൽ ഈഗോ ഇല്ല എന്ന് തന്നെ ആലോചിച്ചാൽ മതി. ഒരാൾ അങ്ങോട്ട് മുട്ടി അങ്ങോട്ട് പോയിക്കോളും, ഒരാൾ ഇവിടുന്ന് ഇങ്ങോട്ട് മുട്ടി അങ്ങോട്ട് പോയിക്കോളും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇലാസ്റ്റിക് ആയ രൂപത്തിലുള്ള കൊളിഷൻ ആയതുകൊണ്ട് തന്നെ ആർക്കും തന്നെ, ഈ മുട്ടിയ ആൾക്കോ ആർക്കാണോ മുട്ട് കൊണ്ടത് അവർക്കും ഒന്നും തന്നെ ഒരിക്കലും എനർജി വേസ്റ്റ് ആവുന്നില്ല. വെൻ കമ്പയർഡ് ടു ടോട്ടൽ വോളിയവുമായി കമ്പയർ ചെയ്യുമ്പോൾ റിയൽ വോളിയം ഓഫ് മോളിക്യൂൾസ് ഇസ് വെരി ലെസ്. മോളിക്യൂൾസിന്റെ റിയൽ വോളിയം എന്താണ്? വളരെ കുറവാണ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാര്യം. എന്താണത്? ഒരു ഗ്യാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു സിലിണ്ടർ എടുത്തു. ഈ ഒരു സിലിണ്ടറിനകത്ത് ഗ്യാസ് ഉണ്ട്. ഞാനിവിടെ 1, 2, 3, 4, 5, 6 ഇത്രയും ഗ്യാസ് മോളിക്യൂൾസ് കാണിച്ചു അല്ലെ. അപ്പോൾ ഈ സിലിണ്ടറിന്റെ വോളിയം 10 ലിറ്റർ ആണെന്ന് സങ്കല്പിക്കാം. 10 ലിറ്റർ ആണ് ഈ സിലിണ്ടറിന്റെ ടോട്ടൽ, അഥവാ ഈ ഗ്യാസിന്റെ വോളിയം എത്രയാണ്? ഈ സിലിണ്ടറിന്റെ വോളിയം 10 ലിറ്റർ അറിയുമ്പോൾ ഇതിലുള്ള ഈ സിലിണ്ടറിലുള്ള ഗ്യാസിന്റെ വോളിയം എത്രയാണ്? 10 ലിറ്റർ ആണല്ലോ. എന്നാൽ നിങ്ങൾ നോക്കി മക്കളെ, ആകെ ഇവിടെ ഒരു 6 മോളിക്യൂൾസ്, 6 മോളിക്യൂൾസ് അല്ലേ അല്ലെ. ആ 6 മോളിക്യൂൾസ് എല്ലാം കൂടി കൊടുന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആകെ എത്രയേ ഉണ്ടാവുള്ളൂ അല്ലേ? ഇതിന്റെ എത്രയോ കുറവാണ്. അപ്പൊ ടോട്ടൽ ഗ്യാസിന്റെ വോളിയവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ മോളിക്യൂൾസിന്റെ വോളിയം എന്താ? വളരെ കുറവാ. വെൻ കമ്പയർഡ് ടു ടോട്ടൽ വോളിയം, ഒരു ഗ്യാസിന്റെ ടോട്ടൽ വോളിയവുമായി കമ്പയർ ചെയ്യുമ്പോൾ ദ റിയൽ വോളിയം ഓഫ് മോളിക്യൂൾസ് ഇസ് വെരി ലെസ്.
അതിലുള്ള ആകെ മോളിക്യൂൾസിന്റെ ടോട്ടൽ റിയൽ വോളിയം നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കി മുഴുവൻ സ്പേസ് ആണ് അല്ലെ, ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ബാക്കി മുഴുവനും എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ഈസ് 16. ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണ്. Which one of the following sample contains 6.022 into 10⁻³ ഓക്സിജൻ ആറ്റം? ആറ്റത്തിന്റെ കാര്യമാണ്, O2 അല്ല, ഓക്സിജൻ ആറ്റമാണ് അല്ലെ. ഓക്സിജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ O2 എടുക്കണം. നൈട്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ N2 എടുക്കണം അല്ലെ. ഇന്ന് അവിടെ കറക്റ്റ് അറ്റോമിക് മാസ് ആണ് പറയുന്നത്, ഓക്സിജൻ ആറ്റമാണ് പറയുന്നത്. ഓക്കെ മക്കളെ, അപ്പോ ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 16 അല്ലെ. എത്രയാണ് അറ്റോമിക് മാസ്? 16. അപ്പൊ 16 ഗ്രാം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 16 ഗ്രാം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്? 1 GAM ഓക്സിജൻ അല്ലേ? 1 GAM ഓക്സിജൻ ആറ്റം അല്ലേ മക്കളെ? എത്രയാണോ ഓക്സിജന്റെ അറ്റോമിക് മാസ് അത്രയും ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അത് 1 GAM ആണ്. അപ്പോൾ 1 GAM ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എത്ര ആറ്റങ്ങളായിരിക്കും? 6.022 into 10⁻23 ആറ്റങ്ങളാണ് അല്ലെ. 1 GAM ഏത് എലമെന്റ് എടുത്താലും 6.022 into 10⁻23 ആറ്റങ്ങളായിരിക്കണം. അപ്പോൾ ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആയതുകൊണ്ട് 6.022 into 10⁻23 ഓക്സിജൻ ആറ്റാവണമെങ്കിൽ അത് 1 GAM ഓക്സിജൻ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ 16 ഗ്രാം ഓക്സിജൻ ആയിരിക്കണം അല്ലെ. ഇവിടെ 8 ഗ്രാം തന്നിട്ടുണ്ട്, 16 ഗ്രാം ഉണ്ട്, 32 ഉണ്ട്, 1 ഗ്രാം ഉണ്ട്. ആൻസർ എത്രയാണ്? 16 ഗ്രാം. ആറ്റത്തിന്റെ കാര്യമാണ്, O ആണ്, O2 അല്ല. അപ്പോൾ ഓക്സിജൻ അറ്റോമിക് മാസ് 16. അപ്പൊ അത്രയും ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അത് 1 GAM. വീണ്ടും 1 മോളാർ മാസ് ഓഫ് സബ്സ്റ്റൻസ് എത്രയോ തവണ ചോദിക്കണം അല്ലെ. 1 മോളാർ മാസ് ഒരു സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അത് STP എത്ര വോളിയാണ്? 22.4 ലിറ്റർ. അതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? 6.022 into 10⁻23. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മൾ കടക്കുകയാണ്. The molecular mass of methane is 16. Methane CH4 എന്ന കെമിക്കൽ ഫോർമുലയുള്ള മീഥൈന്റെ മോളിക്കുലർ മാസ് 16 ആണ്. Then എന്തൊക്കെ ചോദ്യങ്ങൾ മക്കളെ? What is the mass of 1 GMM CH4? നേരത്തെ പറഞ്ഞു ഈ GMM എന്ന് പറയുന്ന വാക്ക്, GMM അത് പഴയ സിലബസിലെ ടേം ആണ്. ഇപ്പൊ നമ്മൾ ഇത് വാക്ക് ഉപയോഗിക്കുക, ഏത് ടേം ഉപയോഗിക്കുക? മോളാർ മാസ്. അപ്പൊ ചോദ്യം തിരിച്ച് അങ്ങനെ ചോദിക്കും, വാട്ട് ഈസ് ദ മാസ് ഓഫ് 1 മോളാർ മാസ് CH4? CH4 1 മോളാർ മാസ്, 1 മോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എത്രയാണോ മോളിക്കുലാർ മാസ് അത് ഗ്രാം പറഞ്ഞാൽ മതി. അപ്പൊ ആൻസർ എത്രയാണ്? മോളിക്കുലാർ മാസ് 16 അല്ലേ. സോ 16 ഗ്രാം. Then calculate number of moles of molecules. Moles of molecules എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്മൾ പറഞ്ഞു മോൾ എന്ന് പറയുമ്പോൾ വെറും മോൾ എന്ന് മാത്രം പറഞ്ഞാൽ അത് മോൾസ് ഓഫ് മോളിക്യൂൾ ആണ്. ബാക്കിയുള്ള എല്ലാറ്റിന്റെ കാര്യങ്ങളും അല്ലെ 6.022 into 10⁻23 ആറ്റങ്ങളുടെ എന്ത് വിളിക്കണം? 1 മോൾ ആറ്റം എന്ന് പറയണം. 6.022 into 10⁻23 ഇലക്ട്രോൺസിന്റെ എന്ത് പറയണം? 1 മോൾ ഇലക്ട്രോൺ എന്ന് പറയണം. എന്നാൽ മോളിക്യൂളിന്റെ കാര്യത്തിൽ മാത്രം 6.022 into 10⁻23 മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ 1 മോൾ മോളിക്യൂൾ എന്ന് പറയണം നിർബന്ധമുണ്ടോ? ഇല്ല, 1 മോൾ എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ലെ. മോളിനുള്ള മോളിക്യൂൾസ് ഒരു പരിഗണന എന്ന് എഴുതിക്കോളി. അപ്പോ അവിടെ മോൾസ് ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് എന്ന് ചോദിക്കട്ടെ. മോൾസ് ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? നമ്പർ ഓഫ് മോൾസ് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്പർ ഓഫ് മോൾസ് ആണ് കാണാൻ ചോദിച്ചത്. എന്താ ഇവിടെ തന്നത്? 160 ഗ്രാം ഓഫ് CH4. ഇവിടെ ഗിവൺ മാസ് 160 ആണ്. എത്ര മക്കളെ? മോളിക്കുലർ മാസ് 16 ആണ്. അപ്പൊ ഗിവൺ മാസ് 160 ഡിവൈഡഡ് ബൈ 16 ഈസ് ഈക്വൽ ടു എത്ര മോളാ? 10 മോൾ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ദെൻ സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാസ് ഓഫ് 5 into 6.022 into 10⁻23? മക്കളെ ഇങ്ങനെ നമ്പർ ഓഫ് മോളിക്യൂൾസ് അഥവാ അവഗാഡ്രോ നമ്പർ 6.022 into 10⁻23 എന്ന നമ്പറിന്റെ മുമ്പിൽ എത്ര കൊണ്ടാണോ മൾട്ടിപ്ലൈ ഒരു നമ്പർ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഉറപ്പിച്ചോളി അതാണ് നമ്പർ ഓഫ് മോൾസ് അല്ലെ, അതാണ് നമ്പർ ഓഫ് മോൾസ്. അപ്പൊ ഇവിടെ എത്ര മോൾ CH4 ഉണ്ട്? 5 മോൾ CH4 ഉണ്ട്. അപ്പൊ മോളിന്റെ എണ്ണം കിട്ടി നമുക്ക് കിട്ടാം. ഇനി നമുക്ക് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമ്മോട് വെയിറ്റ് ചോദിച്ചോട്ടെ, STPയിലെ വോളിയം ചോദിച്ചോട്ടെ, ഇനി വേറെ എന്ത് കുന്ത്രണ്ടം ചോദിച്ചു കഴിഞ്ഞാലും നമ്പർ ഓഫ് മോൾസ് 5 എന്ന് ഈ ഒറ്റ പറച്ചിൽ നമുക്ക് കിട്ടി അല്ലെ. അത് വെച്ചിട്ട് നമ്മൾ എന്തും കാണാം നമുക്ക്. വാട്ട് ഇസ് ദ മാസ്? നമ്മുടെ മാസാ ചോദിച്ചത്. നമ്മൾക്ക് നമ്പർ ഓഫ് മോൾസ് 5 ഉണ്ട്. മാസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ്. നമ്പർ ഓഫ് മോൾസ് 5 ഇൻറ്റു CH4 ആണ്, മോളിക്കുലർ മാസ് 16 ആണ്. 5 into 16 ആൻസർ 80 ഗ്രാം.
മക്കളെ മാസ് കാണുമ്പോൾ എപ്പോഴും മാസ് ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഗ്രാം എന്ന യൂണിറ്റ് കൊടുക്കുക. അതേപോലെ വോളിയമാണ്, എസ് ടി പിയിലെ വോളിയമാണ് ലിറ്റർ എന്ന യൂണിറ്റ് കൊടുക്കുക. ഈ രണ്ടെണ്ണത്തിനും നിങ്ങൾ യൂണിറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ. മാസ് കാണാൻ ചോദിച്ചാൽ ഗ്രാം എന്ന യൂണിറ്റ് എഴുതണം, എസ് ടി പിയിലെ വോളിയം ചോദിച്ചാൽ ലിറ്റർ എന്ന യൂണിറ്റ് എഴുതണം. ബാക്കിയുള്ളൊക്കെ നമ്പറാണ് ചോദിക്കുന്നത് അല്ലേ, നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് ആറ്റംസ്, അത് നിങ്ങൾ യൂണിറ്റ് എഴുതണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ മാസ് കാണാൻ ചോദിച്ചാൽ ഉത്തരത്തിൽ ഗ്രാം എഴുതണം. എസ് ടി പിയിലെ വോളിയം ചോദിച്ചു കഴിഞ്ഞാൽ ആൻസറിൽ ലിറ്റർ എന്ന് എഴുതണം. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ്. വോളിയം നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മുടെ റിലേഷൻ നമ്മുടെ ചോദിക്കണം, നമുക്കറിയാലോ അവഗാഡ്രോ ആണെന്ന് അല്ലേ. അത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈസ് നോൺ ആസ് ഡാഷ്. ആൻസർ അവഗാഡ്രോസ് ലോ. കൂടുതലൊന്നും പറയണ്ടല്ലോ. അടുത്തയിലേക്ക് ദ മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ ഈസ് 18. H2O യുടെ മോളിക്കുലാർ മാസ് എത്രയാണ്? 18 എന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കാണ് ഫൈൻഡ് ദ മാസ് ഓഫ് 1 GMM H2O. 1 GMM H2O. മക്കളെ 1 GMM എന്ന വാക്ക് ഉപയോഗിക്കൂല കേട്ടോ, 1 മോളാർ മാസ് എന്ന വാക്ക് ഉപയോഗിക്കും. അപ്പോൾ 1 മോളാർ മാസ് H2O എന്ന് പറഞ്ഞ മക്കളെ ഈ മോളിക്കുലർ മാസ് എത്രയാണോ അത് ഗ്രാം പറഞ്ഞാൽ പോരെ. മോളിക്കുലർ മാസ് എത്രയാണോ അത് ഗ്രാമിൽ പറയേണ്ട ആവശ്യമുള്ളൂ. ആ മോളിക്കുലർ മാസ് ഗ്രാമിൽ പറഞ്ഞാൽ നമുക്ക് എന്തായി? 1 മോളാർ മാസ്. അപ്പൊ H2O യുടെ മോളിക്കുലർ മാസ് 18 ആണ്. അപ്പോൾ ആ 18 എന്നുള്ളത് ഗ്രാം പറഞ്ഞാൽ മതി. അപ്പൊ 1 മോളാർ മാസായി. ഓക്കെ ആണല്ലോ. അപ്പൊ 18 ഗ്രാം എന്ന ആൻസർ കിട്ടും. ഹൗ മെനി മോൾസ് ഓഫ് മോളിക്യൂൾ? ദ മോൾസ് ഓഫ് മോളിക്യൂൾസ്. മോൾസ് ഓഫ് മോളിക്യൂൾസ് ആണ് എന്ത് കണ്ടാൽ മതിടാ? നമ്പർ ഓഫ് മോൾസ് കണ്ടാൽ മതി കേട്ടോ. അല്ലാതെ അവിടെ നിങ്ങൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ പോകരുതേ. ഇതിന് മോളിക്യൂൾസ് എന്ന വാക്കുണ്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ട് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ നിൽക്കരുത്. ഇത് എന്ത് കാണാനാ? നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ചോദ്യമാണ്. 180 ഗ്രാം H2O. അപ്പൊ ഗിവൺ മാസ് ഉണ്ട്. ഗിവൺ മാസ് 180 ഡിവൈഡഡ് ബൈ അതിന്റെ മോളിക്കുലർ മാസ് 18 ഇൻറ്റു വേണ്ട, നമ്പർ ഓഫ് മോളിക്യൂൾസിനാണ് ഇൻറ്റു എന്നെ കൊടുക്കുക. നമ്മൾ നമ്പർ ഓഫ് മോൾസാണ് കാണാൻ ചോദിച്ചത്. അപ്പോൾ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് 180 ഡിവൈഡഡ് ബൈ 18. സോ ആൻസർ എത്ര കിട്ടും? 10 മോൾ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെ. അടുത്ത ചോദ്യം ദ റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഫിക്സ്ഡ് മാസ് ഓഫ് ഗ്യാസ്. വോളിയവും ടെമ്പറേച്ചറും എന്ന റിലേഷൻ. മക്കളെ ഏതാണ് വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ പറയുന്ന ഗ്യാസ് ലോ ഏതാണ്? ചാൾസ് ലോ ആണ് അല്ലേ. ഓക്കെ. അത് കോൺസ്റ്റന്റ് പ്രഷർ ആണ്, ചാൾസ് ലോ ആണെന്ന് ഉറപ്പായി. ദെൻ വോളിയം 600 കാണുന്നില്ലേ, പറഞ്ഞുതരാം. 600 ആണ്. 600 ആണ്. ദെൻ ആ സമയത്ത് ടെമ്പറേച്ചർ 300 ആണ്. ഓക്കെ. അതായത് വോളിയം ആണ് ഇവിടെ തന്നിട്ടുള്ളത്, ഇവിടെ ടെമ്പറേച്ചർ ആണ് തന്നിട്ടുള്ളത്. വോളിയം ഇൻ ലിറ്ററിലാണ് വോളിയം തന്നിട്ടുള്ളത്, ടെമ്പറേച്ചർ കെൽവിനിലാണ് തന്നിട്ടുള്ളത്. അടുത്തത് 400. വോളിയം 400 ആക്കി. എന്നിട്ട് നമ്മോട് ഇവിടെ കാണാൻ ചോദിക്കുകയാണ് പി കാണാൻ ചോദിക്കുകയാണ്. പി എത്രയാണ്? ഫൈൻഡ് പി ആൻഡ് ക്യൂ. അപ്പോ അടുത്തത് ടെമ്പറേച്ചർ 500 തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ക്യൂ ആണ് കാണാൻ ചോദിച്ചത്. നമുക്കറിയാം ചാൾസ് ലോ പ്രകാരം V/T ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ലേ. V/T എപ്പോഴും നമുക്ക് ഈക്വൽ. എപ്പോ വിയും ടിയും തമ്മിൽ ഒരു കേസിൽ, ഒരു ഗ്യാസിന്റെ കേസിൽ അതിന്റെ വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ ഡിവൈഡ് ചെയ്താൽ എപ്പോഴും ഈക്വൽ നമ്പർ കിട്ടും. അപ്പൊ ഇവിടെ വോളിയം എത്രയാടാ? 600 ഡിവൈഡ് ബൈ ടി. V/T അല്ലേ 300. എത്ര ആൻസർ? 2 അല്ലേ. 400 ബൈ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയും ചെയ്താൽ മതി. ഇതിങ്ങനെ മനക്കണക്കായിട്ട് എത്രയാണ് ഇരട്ടിയാക്കണൊക്കെ നോക്കാം. അല്ലെങ്കിൽ 400 ബൈ എത്രയാണ് 2 കിട്ടുക? 400ന്റെ എത്രയോട് ചെയ്താൽ ആൻസർ 2 കിട്ടുക? നമുക്ക് 200 അല്ലേ. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ 200 ആയിരിക്കും. ഇനി ഇവിടെ ടെമ്പറേച്ചർ 500 ആണ് എന്ന് പറഞ്ഞാൽ നോക്കി, ഇതിന്റെ ഇരട്ടിയല്ല ഇവിടെ അല്ലെ, ഇതിന്റെ ഇരട്ടി ഇവിടെ. അപ്പോഴല്ലേ നമ്മൾ ബൈ ചെയ്താൽ ഡിവൈഡ് ചെയ്താൽ 2 എന്ന ആൻസർ കിട്ടുള്ളൂ അല്ലേ. 300 600. അപ്പൊ 600 ബൈ 300 എന്ന് പറഞ്ഞാൽ 2 കിട്ടും അല്ലെ. ഇവിടെ 400 ആണ്. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കണം? 200 ആയിരിക്കണം. അപ്പൊ 400 ബൈ 200 2 കിട്ടും. ഇനി ഇവിടെ 500 ആണ്. അപ്പൊ ഇതിന്റെ ഇരട്ടി വേണ്ട ഇവിടെ അല്ലെ. ഇവിടെ 1000 വേണ്ടി വരും അല്ലെ. അപ്പോ ഈ 1000 ഡിവൈഡ് V/T 1000 ഡിവൈഡ് ബൈ 500. അപ്പോഴല്ലേ ആൻസർ 2 എന്ന് കിട്ടുള്ളൂ. അപ്പോ വിയും ടിയും ഡിവൈഡ് ചെയ്താൽ എപ്പോഴും നമുക്ക് ഈക്വൽ നമ്പർ കിട്ടണം എന്നാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. വിയും ടിയും ഡിവൈഡ് ചെയ്താൽ ചാൾസ് ലോ പ്രകാരം എപ്പോഴും നമുക്ക് ഈക്വൽ നമ്പർ കിട്ടണം. അപ്പോഴാണ് നമ്മൾ കോൺസ്റ്റന്റ് എന്ന് പറയുള്ളൂ. ഓക്കെ. ദെൻ അപ്പൊ നമ്മൾ പിയും ക്യൂവും കാണാൻ പറഞ്ഞു. ആ പിയും ക്യൂവും കണ്ടു കേട്ടോ. Then അടുത്ത which gas law is associated with the given relation? ഇവിടെ നമ്മൾ വോളിയം ടെമ്പറേച്ചർ തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. സോ ആൻസർ ചാൾസ് ലോ. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വാട്ട് ഹാപ്പൻസ് ടു ദ സൈസ് ഓഫ് എയർ ബബിൾ റൈസിംഗ് ഫ്രം ബോട്ടം ഓഫ് ആൻ അക്വേറിയം? വാട്ട് ഈസ് ദ റീസൺ? ഒരു അക്വേറിയത്തിന്റെ ബോട്ടത്തിൽ നിന്നും മുകളിലേക്ക് ഉയരുന്ന ഒരു എന്താ ചോദിച്ചിട്ടുള്ളത്? ഒരു എയർ ബബിളിന്റെ സൈസ് എന്ത് ചെയ്യും? നമുക്കറിയാം ഹൈറ്റ് കൂടുമ്പോൾ പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോൾ
വോളിയം ഇൻക്രീസ് ചെയ്യും. വോളിയം മീൻസ് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ആൻസർ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. റീസൺ നമ്മൾ പറഞ്ഞത് ഹൈറ്റ് ഇൻക്രീസസ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ്. പ്രഷർ ഡിക്രീസ് കുറയുന്നതുകൊണ്ടാണ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്. വിച്ച് ഗ്യാസ് ലോ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ഫിനോമിനൻ. ഇങ്ങനെ വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻ പറയുന്ന ഗ്യാസ് ലോ ഏതാ മക്കളെ? ബോയിൽസ് ലോ ആണ്. സ്റ്റേറ്റ് ദിസ് ലോ. ബോയിൽസ് ലോ ഏത് ലോയും തുടങ്ങുമ്പോൾ അറ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് തുടങ്ങാം കേട്ടോ. ബോയിൽസിൽ നമ്മൾ വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. അപ്പോൾ വോളിയം പ്രഷറും തമ്മിലുള്ള റിലേഷൻ പറയുമ്പോൾ അവിടെ ആരെ പറ്റി പറയാത്തത്? ടെമ്പറേച്ചറെ പറ്റിയാണ്. അപ്പോൾ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം. ദ വോളിയം ഓഫ് എ ഫിക്സ്ഡ് മാസ് ഓഫ് ഗ്യാസ് എന്നത് എല്ലാത്തിലും കോമൺ ആയി വരുന്നുണ്ട് അല്ലേ? വോളിയം ഓഫ് എ ഫിക്സ്ഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്നാണെങ്കിൽ ബോയിൽസ് ലോ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ചാൾസ് ലോ ആണ്. ഓക്കെ, ഫൈൻഡ് മാസ് ഓഫ് 1 മോൾ CO2. മക്കളെ 1 മോൾ CO2 മാസ് എന്ന് പറഞ്ഞാലേ അതിന്റെ മോളിക്കുലർ മാസ് ഗ്രാം പറഞ്ഞാൽ പോരെ അല്ലെ? 1 മോളിന്റെ മാസ് തരുന്ന 1 ഇൻറ്റു അതിന്റെ മോളിക്കുലർ മാസ്. അപ്പോൾ CO2 മോളിക്കുലർ മാസ് കാണാനുള്ള സാധനങ്ങൾ തന്നിട്ടുണ്ടാവും. അറ്റോമിക് മാസ് തരും അല്ലെങ്കിൽ മോളിക്കുലർ മാസ് തരും കേട്ടോ. എനിവേ CO2 മോളിക്കുലർ മാസ് 44 ആണ്. CO2 മോളിക്കുലർ മാസ് 44 ആണ്. അപ്പോൾ CO2 മോളിക്കുലർ മാസ് 44 ആണ്. 1 മോൾ ആണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഇൻറ്റു 44, ആൻസർ 44 ഗ്രാം. നെക്സ്റ്റ് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കാണാൻ ചോദിച്ചത്. എന്ത്? 22 ഗ്രാം CO2. മക്കളെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ ചോദിച്ചാലും വോളിയം അറ്റ് STP കാണാൻ ചോദിച്ചാലും എന്ത് ചോദിച്ചാലും ആദ്യം നിങ്ങൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുവെക്കട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഗിവൺ മാസ് തന്നില്ലേ? ആ ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് എത്രയാണ്? CO2 44. അപ്പൊ ആൻസർ എത്ര? 0.5 അര. 1/2 എന്ന് പറഞ്ഞാൽ 0.5. ചില ആൾക്കാർ പരീക്ഷയ്ക്ക് തെറ്റിക്കുന്ന മക്കളെ 1/2 എന്ന് എഴുതി കാണാം അടുത്ത സ്റ്റെപ്പിൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. രാമാനുജൻ പോലും കണ്ടെത്തിയിട്ടില്ല കേട്ടോ. 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്, 2 അല്ല. 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഹാഫ് ആണ്. 0.5 ആണ്, തെറ്റിക്കരുത്. അപ്പൊ 0.5 മോൾ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ മോളിക്യൂൾസിന് എണ്ണം കാണാൻ നമ്പർ ഓഫ് മോൾസ് 0.5 ഇൻറ്റു എന്നെ അല്ലേ? 0.5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്ന് ആൻസർ എഴുതിയാൽ മതി കേട്ടോ. ദെൻ വാട്ട് ഈസ് ദ വോളിയം അറ്റ് STP? എന്താ തന്ന മക്കളെ? 1 മോൾ CO2. 1 മോൾ CO2 എന്നല്ല, 1 മോൾ ഏത് ഗ്യാസ് ആണെങ്കിലും 1 മോൾ ആണോ? STP വോളിയം എത്രയാണ്? 22.4 ലിറ്റർ ആണ്. ഹൗ മെനി ആറ്റംസ് ആർ പ്രസന്റ് ഇൻ 1 മോൾ CO2? മക്കളെ മോള് തന്നിട്ട് 1 മോള് തന്നിട്ട് എന്ത് ചോദിക്കാണ്? നമ്പർ ഓഫ് ആറ്റംസ് ചോദിക്കാൻ. നമ്മുടെ അടുത്ത് ആറ്റംസ് കാണാനുള്ള അറ്റോമിസിറ്റി വെച്ചുള്ള ഇക്വേഷൻ ഇല്ലേ നമ്മുടെ അടുത്ത്? എന്താണ്? നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഈക്വൽ ടു ദ ഇക്വേഷൻ നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് 1 ആണ് അല്ലെ? അറ്റോമിസിറ്റി CO2 അറ്റോമിസിറ്റി എത്രയാ? 1 കാർബണും 2 ഓക്സിജനുമാണ്. CO2 എന്ന് പറഞ്ഞാൽ 1 കാർബണും 2 ഓക്സിജനും. 1 + 2 എത്രയാണ്? 3. അപ്പൊ അറ്റോമിസിറ്റി 3 ഇൻറ്റു Na. അപ്പൊ ആൻസർ എത്രയാണ്? 3 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്നാണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ അതാണ് 6th ക്വസ്റ്റ്യന്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യം, ദ വോളിയം ഓഫ് 1 മോൾ ഓഫ് എനി ഗ്യാസ്. ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ വേഗം സ്കിപ്പ് അടിച്ച് പോവുക, അല്ലെങ്കിൽ ഫാസ്റ്റ് ആക്കി വിട്ടോളൂ. 1.5x 2x പോണേക്ക് പോട്ടെ. 1 മോൾ ഏത് ഗ്യാസ് ആണെങ്കിൽ STP 22.4 ആണ്. ഇനിയും ആവർത്തിക്കുന്നില്ല. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കാണാൻ ചോദിച്ചത്. 44 ഗ്രാം CO2 എന്ന് തന്നത്. മക്കളെ നമ്പർ ഓഫ് മോൾസ് വേണം കണ്ടച്ചോളി. നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ ചോദിച്ചാലും വോളിയം STP കാണാൻ ചോദിച്ചാലും മാസ് കാണാൻ ചോദിച്ചാലും എന്ത് ചോദിച്ചാലും ആദ്യം നമ്പർ ഓഫ് മോൾസ് ആണ് കണ്ടുവെക്കുക. 44 ഡിവൈഡഡ് ബൈ ഗിവൺ മാസ് 44 ബൈ മോളിക്കുലർ മാസ് 44, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മോൾ. 1 മോൾ ചോദിച്ചിട്ട് തന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് എത്രയാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നുള്ളത്. 1 മോൾ ആണ് ഈ മക്കളെ എത്രയാ? 6.022 × 10⁻23 ആണ് അല്ലേ? അടുത്ത് കാൽക്കുലേറ്റ് ദ മോളിക്കുലർ മാസ് ഓഫ് H2. H2ന്റെ മോളിക്കുലർ മാസ് കാണാൻ. മോളിക്കുലർ മാസ് കാണാറ് അറ്റോമിക് മാസിൽ കൂട്ടിയാൽ പോരെ അല്ലേ? അറ്റോമിക് മാസിൽ പരസ്പരം കൂട്ടിയാൽ മതി. ദാ 2 ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ അറ്റോമിക് മാസ് എത്രയാണ്? 1. അപ്പോൾ 2 × 1 പ്ലസ് എത്ര ഓക്സിജൻ ഉണ്ട് H2 പോലെ? 1 ഓക്സിജൻ. സോ 1 ഇൻറ്റു ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 16. കൂട്ടി നോക്കുക. 2 + 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഫൈൻഡ് ദ മാസ് ഓഫ് മാസ് കേട്ടോ. 0.5 മോൾ ഓഫ് വാട്ടർ. അപ്പൊ നേരിട്ട് നമുക്ക് മോള് തന്നിട്ടുണ്ട്. 0.5 എന്ന് പറഞ്ഞാൽ ഹാഫ് അല്ലെ? 0.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഹാഫ്, പകുതി. 1 ഇല്ല കേട്ടോ. അപ്പൊ 0.5 ഇൻറ്റു മാസല്ലേ കാണാൻ പറഞ്ഞത്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലർ മാസ് അല്ലേ? വാട്ടർ H2 മോളിക്കുലർ മാസ് എത്രയാടാ? 18. സോ 0.5 ഇൻറ്റു 18 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 ഇൻറ്റു 18 എന്ന് പറഞ്ഞാൽ എത്ര വരും? അത് ഗുണിച്ച് നോക്കുക കേട്ടോ. 0.5 ഇൻറ്റു 18 എന്നുള്ളത് മൾട്ടിപ്ലൈ നോക്കുക. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. എത്രയാണെന്നുള്ളതിന്റെ ഗ്രാം നമുക്ക് എഴുതാം.
അതിന്റെ ഗ്രാം എഴുതാം. ഓക്കെ, അപ്പോ 0.5 ഇൻറ്റു ഒരു സംഖ്യ എന്ന് പറഞ്ഞ മക്കളെ അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് അതിന്റെ പകുതി എത്രയാണോ അത്രേ ഉണ്ടാവുള്ളൂ. 0.5 ഇൻറ്റു ഹാഫ് ഇൻറ്റു ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ അപ്പൊ ഹാഫ് ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എത്രയാണ് 5, ഹാഫ് ഇൻറ്റു 20 ആണ് എത്ര 10, ഹാഫ് ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എത്രയാണ് 50. അതേപോലെ 0.5 ഹാഫ് ഇൻറ്റു 80 എന്ന് പറഞ്ഞാൽ ആൻസർ 9. അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആകെ കൂടെ ഇടങ്ങാറാവേണ്ട ആവശ്യമൊന്നുമില്ല. 0.5 ഇൻറ്റു ഒരു നമ്പർ, ഹാഫ് ഇൻറ്റു ഒരു നമ്പർ എന്നാണ് പറയാൻ പഠിച്ചാൽ മതി. 0.5 ആണ് ഹാഫ് ആണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഹാഫ് ഇൻറ്റു ഒരു നമ്പർ എന്നാണ് നമ്പറിന്റെ ഹാഫ്. ഇത്രയേ ഉള്ളൂ. Then the CO2 gas kept STP has volume of 112 liter. 112 STP യിലെ വോളിയാണ് 112 ലിറ്റർ. അത് നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് മോള് വേണം കണ്ടുപിടിച്ചോളി മക്കളെ. 112 ആണ് ഗിവൺ വോളിയം ബൈ 22.4 എത്ര കിട്ടി 5 എന്ന് നമ്പർ ഓഫ് മോൾസ് കിട്ടും. അപ്പൊ എന്താ ചോദിച്ചത്? നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടി. നിങ്ങൾ ചോദിക്കണേ മുമ്പ് നമുക്ക് കണ്ടിട്ടുണ്ട്. എന്താണ് 5 മോളാണ്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 112 ലിറ്റർ CO2. ഇനി മാസ് കാണാനാണ്. 112 തന്നെയാണ് നമ്മൾ ഉറപ്പാക്കിയാണ് അവര്. 112 എന്ന് പറഞ്ഞാൽ എത്ര മോളാടാ 5 മോളാ നമ്മൾ കണ്ടില്ലേ. 112 ഗിവൺ വോളിയം എന്ന് പറഞ്ഞാൽ 112 ലിറ്റർ ആണ്. ഡിവൈഡ് ബൈ മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ 22.4 ആണ്. അപ്പൊ 112 ഡിവൈഡ് ബൈ 22.4 എന്ന് പറഞ്ഞാൽ 5 ആണ് നമ്മൾ കണ്ടു. ഞാൻ കൂടി വീണ്ടും പറഞ്ഞു എന്നുള്ളതായിരിക്കും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ക്ലിയർ ആവാൻ വേണ്ടി കേട്ടോ. അപ്പൊ 5 മോളാണ്. 5 മോള് CO2വിന്റെ മാസാ ചോദിച്ചത്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് CO2. 5 മോളാ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. അപ്പൊ 5 ഇൻറ്റു CO2 മോളിക്കുലർ മാസ് 44. സോ ആൻസർ ഈസ് ഈക്വൽ ടു 220 ഗ്രാം എന്ന് ആൻസർ കിട്ടും. ഹൗ മെനി മോളിക്യൂൾസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കാണാൻ ചോദിച്ചത്. CO2 പ്രസന്റ് ഇൻ ഇറ്റ്. അതായത് ഇവിടെ നമുക്ക് 5 മോളിന്ന് കിട്ടിയിട്ടോ. അത് വെച്ചിട്ട് ചോദ്യം 5 മോളിന്ന് കിട്ടിയിട്ടുണ്ട്. ആ 5 മോൾ എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂളാ 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്ന് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നെക്സ്റ്റ് അനലൈസ് ദ ഗിവൺ ടേബിൾ ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. ഒരു ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. മക്കളെ ഇവിടെ ഒന്നാമത്തത് O2. ഇവിടെ GMM, ഞാൻ നേരത്തെ പറഞ്ഞ മക്കളെ GMM എന്നുള്ള ആ ടേം ഇനി തരൂല. നമുക്ക് മോളാർ മാസ് എന്നാണ് നമ്മുടെ പുതിയ ടെക്സ്റ്റ് പ്രകാരം മോളാർ മാസ് എന്ന ടേമേ ഉള്ളൂ. ഇനി ഏതെങ്കിലും പുതിയ ടെക്സ്റ്റ് ബുക്കിൽ മാറിയത് അറിയാത്ത ആരെങ്കിലും ചോദ്യത്തിൽ ചിലപ്പം GMM എന്ന് പറഞ്ഞേക്കാം. GAM എന്ന ആറ്റത്തിന്റെ കാര്യം പറഞ്ഞ പോലെ GMM എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ നമ്മൾ മോളാർ മാസ് എന്ന ടേമാണ് ഉപയോഗിക്കുന്നത്. എനിവേ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് മക്കളെ. O2വിന്റെ മോളാർ മാസ് 32 ആണ്. മാസ് ഇൻ ഗ്രാം 320, മാസ് ഇൻ ഗ്രാം 320യുമാണ്. അങ്ങനെ തിരുത്തണം കേട്ടോ നിങ്ങൾ ആ ചോദ്യത്തിൽ. ഓക്കെ, അപ്പൊ O2 32 ആണ്. അതിന്റെ മോളിക്കുലർ മാസ് 32 ആണ്. മോളാർ മാസ് 32 ഗ്രാം ആണ്. തന്നിട്ടുള്ള മാസ് ഇൻ ഗ്രാം എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ആണ് 320 ആണ്. അപ്പൊ ഗിവൺ മാസ് എത്രയാണ് 320. അതിന്റെ മോളാർ മാസ് എത്രയാണ് 20. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എത്രയാടാ? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ 320 ഡിവൈഡ് ബൈ 32. അപ്പൊ ആൻസർ എത്രയാണ് 10. അപ്പൊ മക്കൾ നോക്കി വോളിയം അറ്റ് STP കറക്റ്റ് 22.4 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 10 മോളാണ് അല്ലെ. 10 മോളാണ്. 10 ഇൻറ്റു 20.4 എന്ന് പറഞ്ഞാൽ 224. ആൻസർ കറക്റ്റ് ആണ്. ഇനി NH3 മോളിക്കുലർ മാസ് അഥവാ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 17 ഗ്രാം. ഇവിടെ മാസ് ഇൻ ഗ്രാം എത്രയും തന്നിട്ടില്ല, വെയിറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ഇവിടെ? ഇതാ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ടാ. നമ്പർ ഓഫ് മോൾസ് തന്നു. നമ്പർ ഓഫ് മോൾസ് തന്നിട്ട് മാസ് ഇൻ ഗ്രാം കാണാൻ ചോദിച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അതിന് മോളിക്കുലർ മാസ് ചെയ്താൽ പോരെ. 5 ഇൻറ്റു 17 എത്ര കിട്ടും? 170യുടെ പകുതി 85 എന്ന ആൻസർ കിട്ടും. 85 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 5 മോളാണ്. സോ STPയിലെ വോളിയം 5 ഇൻറ്റു 22.4 ദാറ്റ് ഈസ് ഈക്വൽ ടു 112 ലിറ്റർ. ദെൻ CO2 മോളിക്കുലർ മാസ് തന്നിട്ടില്ല. മോളിക്കുലർ മാസ് CO2 അവിടെ തന്നിട്ടില്ല അല്ലെ. കാർബൺ ഓക്സിജൻ അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കാർബൺ ഡി ഓക്സിജനൊക്കെ അറ്റോമിക് മാസ് തരണം കേട്ടോ. എന്തായാലും CO2ന്റെ മോളിക്കുലർ മാസ് 44 ആണ്. നമ്മൾ പലതവണ ചെയ്തു. 44 ആണ്. ബാക്കിയൊക്കെ അവിടെ ഉണ്ടല്ലോ. 44 ആണ്. മാസ് ഇൻ ഗ്രാം 88 എടുത്തു. ഗിവൺ മാസ് 88 ആണ്. അപ്പൊ 88 ബൈ 44 എന്ന് പറഞ്ഞാൽ എത്ര മോളാ? 2 മോളാണ്. 2 ഇൻറ്റു 22.4 എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആണ് വോളിയം? 44.8 ലിറ്റർ. HCl മോളിക്കുലാർ മാസ് 36.5. എടുത്തിട്ടുള്ളതോ 73. അപ്പൊ 73 ബൈ 36.5 is equal to 2 മോള്. സോ വോളിയം അറ്റ് STP 2 ഇൻറ്റു 22.4 that is equal to 44.8 അല്ലെ. ഇവിടെയും 44.8 ആണ്. 2 മോളാവുമ്പോൾ 44.8 ആണ് വരിക. The next, compare the following properties of substance which exist in liquid state and gaseous state. ലിക്വിഡ് സ്റ്റേറ്റിലും ഗ്യാഷ്യസ് സ്റ്റേറ്റിലും ഈ കാര്യങ്ങളൊന്ന് കമ്പയർ ചെയ്യാൻ ചോദിച്ചാണ് കേട്ടോ മക്കളെ. എനർജി ആർക്കാ കൂടുതൽ? ഗ്യാസിനാണോ ലിക്വിഡിനാണോ? അപ്പൊ ഗ്യാസസിന് എനർജി വെരി ഹൈ ആണ്, മറ്റൊരുക്ക് ലെസ് ആണ്. ഓരോ ടീമിന് വെരി ഹൈ എന്ന് പറയുന്നത് ലെസ് എന്ന് പറയാം. അട്രാക്റ്റീവ് ഫോഴ്സ് ആർക്കാണ് കൂടുതൽ? ഗ്യാസ് സ്റ്റേറ്റിൽ അട്രാക്റ്റീവ് ഫോഴ്സ് വെരി ലെസ് ആണ്. കാരണം ഡിസ്റ്റൻസ് വളരെ കൂടുതലല്ലേ. ഗ്യാസിൽ സോളിഡിലോ അട്രാക്ഷൻ മോർ ആണ്, ഹൈ ആണ്, കാരണം അടുത്തടുത്തായിരിക്കും.
ദെൻ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. ആർക്കാണ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഏറ്റവും കൂടുതൽ? അട്രാക്ഷൻ ഇല്ലാതെ തോന്നിയ പോലെ ചലിക്കാൻ പറ്റുന്ന ആർക്കാണ്? മൂവ് ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? അത് ഗ്യാസിനാണ്. എന്നാൽ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ലെസ് ആയിരിക്കും ആർക്ക്? ലിക്വിഡിന്. അപ്പൊ അങ്ങനെ ലിക്വിഡും ഗ്യാസും കൂടെ ഒന്നിങ്ങനെ കമ്പയർ ചെയ്ത് എഴുതാനാണ് പറഞ്ഞത്. ഈവൻ ദോ ഗ്യാസ് മോളിക്യൂൾസ് ആർ കണ്ടിന്യൂസ്ലി കൊളൈഡിങ് വിത്ത് ഈച്ച് അതർ, ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയ പോലെ റാൻഡമായി മൂവ് ചെയ്യുന്നത് റാൻഡമായി കൊളിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, കൂട്ടിമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, കൊളൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയൊക്കെ കൊളൈഡ് ചെയ്തിട്ടും എന്തില്ല? ദർ ഈസ് നോ ലോസ് ഓഫ് എനർജി. അവരുടെ എനർജി നഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ട്? റീസൺ നേരത്തെ പറഞ്ഞില്ല, ബിക്കോസ് ദ കൊളിഷൻ ഈസ് കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക്. ഇലാസ്റ്റിക് ആയ കൊളിഷൻ ആണ്. അതുകൊണ്ട് തന്നെ എത്ര കൂട്ടിമുട്ടിയാലും അവരെ ഒരിക്കലും എനർജി അവിടെ വേസ്റ്റ് ആവുന്നില്ല. സെലക്ട് ഫ്രം ദ ബോക്സ് ദ ഗ്യാസ് ലോ റിലേറ്റഡ് ടു ദ ഗിവൺ സിറ്റുവേഷൻസ് പലതും തരികയാണ്. ഇത് നമ്മോട് ഗ്യാസ് ലോ ചോദിക്കണം. ഓൺ ഹീറ്റിംഗ്, ചൂടാക്കുമ്പോൾ വോളിയം ഓഫ് എ ഫിക്സ്ഡ് മാസ് ഓഫ് ഗ്യാസ് ഇൻക്രീസസ്. ഹീറ്റ് ടെമ്പറേച്ചർ, ഹീറ്റ് ചെയ്യാറ് ടെമ്പറേച്ചർ കൂട്ടണം അല്ലേ? അപ്പൊ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ചൂടാക്കുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. എടാ ടെമ്പറേച്ചറും വോളിയം തമ്മിൽ റിലേഷൻ പറയണ ആരാ? ടെമ്പറേച്ചറും വോളിയം തമ്മിൽ റിലേഷൻ പറയുന്നത് ചാൾസ് ലോ ആണ്. അപ്പൊ എ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ചാൾസ് ലോയുമായി കണക്റ്റഡ് ആണ്. വെൻ എ ഗ്യാസ് ഈസ് പമ്പ്ഡ് ഇൻ ടു എ ഫുട്ബോൾ, ഒരു ഫുട്ബോളിലെ ഗ്യാസ് നിറക്കുകയാണ് മക്കളെ. ഗ്യാസ് ഫില്ലിങ് എ ഫുട്ബോൾ ആരാ? അവഗാഡ്രോ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. കാരണം ഗ്യാസ് നിറക്കുക എന്ന് പറഞ്ഞാൽ ഇതിനടുത്ത് ആ പന്തിലേക്ക് ഇങ്ങനെ മോളിക്യൂൾസ് ഇങ്ങനെ വന്ന് നിറയാണ് അല്ലെ? കുറെ ഗ്യാസ് നിറക്കും എന്ന് പറഞ്ഞാൽ കുറെ മോളിക്യൂൾസ് വരുന്നു. അപ്പൊ മോളിക്യൂൾസിന്റെ എണ്ണം കൂടുമ്പോൾ വോളിയം ഓഫ് ബോൾ ഇൻക്രീസസ്, വോളിയം കൂടുന്നു. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസും അതേപോലെ തന്നെ വോളിയം തമ്മിൽ റിലേഷൻ പറയുന്നത് ഏത് ലോ ആണ്? അവഗാഡ്രോസ് ലോ ആണ്. അവഗാഡ്രോസ് ബി എന്ന സ്റ്റേറ്റ്മെന്റ് അവഗാഡ്രോസ് ലോയുമായി റിലേറ്റഡ് ആണ്. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങളൊക്കെ കൃത്യമായ ഐഡിയകൾ ഉണ്ടാക്കി. എന്താണ് മോള്, എന്താണ് മോളാർ മാസ്, എന്താണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കാണുക, അതേപോലെ തന്നെ മാസ് എങ്ങനെയാണ് കാണുക, STP എങ്ങനെയാണ് കാണുക എന്നുള്ള ഒരു കൃത്യമായ ഐഡിയ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ എവിടെ നിന്നൊക്കെ ചോദ്യം കണ്ടോ അതൊക്കെ ചെയ്ത് നോക്കുക, സംശയങ്ങളിലൊക്കെ ചോദിക്കുക. എന്തായാലും എല്ലാവരും കൃത്യമായ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ കഴിയണം. എല്ലാവർക്കും നല്ലൊരു സ്കോർ നേടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു. താങ്ക് യു.